പിരാന്റെ വാപ്പാക്കാണ്ട് എടി ഇത് നേർച്ചാന്ന് കേട്ടിക്കണ എന്നാലേ ഇത് കണ്ട നേർച്ചൊന്നല്ല നേർച്ച ശരിക്കുള്ള നേർച്ച കണ്ടാലും ഇജെനിക്ക് പിരാന്താന്ന് പറയില്ല അല്ല ഇത് കൊണ്ടോട്ടി നേർച്ചാന്ന് കേട്ടിക്കണ ഇന്റെ റബ്ബേ അതല്ലേ ഇന്റെ കിനാവില് വന്നത് തട്ടാൻ വേണ്ടിന്റെ വരവ് അപ്പഴല്ലേ അന്റെ ഒടുക്കത്തൊരു വരവ് എന്താ അതാ വിട്ടോ ഇനി തട്ടാമ്പട്ടിന്റെ വേറെ ബാക്കി കാണാതെ ഇനിക്കും ഉറക്കം വരുന്നു ഇനിക്കൊരു ഉറപ്പില്ല എല്ലാ അതിന്റെ ബാക്കി കാണാൻ എന്താ ഒരു വഴി അസ്സലാമലൈക്കും. അല്ല നമ്മളാരാന്നിപ്പോ നിങ്ങൾക്ക് മനസ്സിലായ? നമ്മളാണ് അസീസാപ്പിള. എല്ലാവരും നമ്മൾ അസീസാപ്പിളെന്ന് വിളിക്കും. ഈ നമ്മളെന്നാണ് പണ്ട് ബീരാനെ ബീബാസുവിനെ നിക്കാ നടത്തി കൊടുത്തത്. ഒരു വലിയ മോഹത്തിലേനോ പക്ഷേ ഉണ്ടല്ലോ അല്ലെ ബാപ്പ ഒരു പോത്തിന്റെ സ്വഭാവമായിരുന്നു. നിങ്ങൾക്ക് ഈ ബീരാനെ ബീബാസുവിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നില്ല. കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കുറെ കാലം അങ്ങോട്ട് പിന്നോട്ട് പോകേണ്ടി വരും. നമുക്ക് കുറച്ച് കാലമായിട്ട് പിന്നോട്ട് പോയാലോ? ആരാണല്ലോ ചോദിച്ചേ? ജിന്നിറങ്ങണ നേരാണല്ലോ. ആരാ ഇത്? ഞമ്മളാ ബീരാന്. നിങ്ങൾക്ക് എന്താ ഈ കൊട്ടത്തളത്ത് കാര്യം? അവിടെ എന്റെ മൊഞ്ചാണിരുന്നേ. ആരെ തിരക്കേടില്ലല്ലോ. ബീപ്പാത്തോ പെരുത്തി ഇഷ്ടാണ്. നിങ്ങളിൽ പെരുത്തി ഇഷ്ടാ അല്ല ബീപ്പാത്തോ? ഇത് നമ്മളെ കല്യാണക്കാര് ബാപ്പാനോട് പറഞ്ഞ ഇല്ല. ഞമ്മള് ബാപ്പാനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ബാപ്പങ്ങളെ മജ്ജത്തെടുക്കും. അല്ല മണ്ണജ് പറഞ്ഞിട്ടാ? അതൊക്കെ ഞാൻ പറഞ്ഞോളാം. പക്ഷെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? നമ്മളെ നിക്കാഹിന് ശേഷം നമ്മള് പറയണതെല്ലാം നിങ്ങൾ നടത്തി തരണം. സത്യം? നീയാണ് സത്യം. പക്ഷെങ്കിൽ നിങ്ങൾക്കൊരു സാധനം തരാം. എന്താണ്? അല്ലോ ബാപ്പ വരുന്നുണ്ട്. വിളിച്ചോളി. അല്ല ഇത് കോർത്തിക്കന്നല്ല വെള്ളം മുക്കുന്നത്. അതാ കടലൊക്കെ ഒന്നല്ലല്ലോ. അത് അമ്മയുടെ കരഞ്ഞെടുക്കാം. നടക്കാണ്ട് ഞാൻ പോയിക്കോളാപ്പാ. അത് വേണ്ട. ഇത് നടന്നിട്ടേ നമ്മൾ വരണുള്ളൂ. ഞാൻ പോവന്നെയാണ്. നടക്കാണ്ട് കണ്ടി ഞങ്ങള്. ഇതാണ് ബീരാനും ബീബാത്തും. പണ്ട് ബീരാന് ബീബാത്തുവിന് കൊടുത്ത വാക്ക് ഇടക്ക് ബീരാനിട്ട് തന്നെ കൊടുക്കണു.
എന്നാ പിന്നെ എന്തൊക്കെ കാണാൻ കിടക്കണോ? ഏത്? അതന്നെ. പാത്രത്തിലൊന്നും ഒപ്പിച്ചില്ല. ലോകത്തിലേക്ക് പോക്കൊരു ഭീമാൂടെ വന്നോക്കാം. എന്റെ വാപ്പ തന്നെ പറ്റായി ഓള് നല്ലൊരു കാര്യം പറയാൻ നോക്കുമ്പോഴാണ് ഓളൊരൊലക്കമല വർത്താനം. എടി കൊണ്ടോട്ടി നേർച്ച തുടങ്ങിയെന്ന്. എന്റെ റബ്ബേ, തട്ടാപെട്ടിന്റെ ഒരു വരവ് അത് ഞാൻ ആലോചിക്കുമ്പോ അല്ല ഈ പ്രാവശ്യം നേരത്തെ എനിക്ക് വരുന്നില്ല. ഞാനെന്നാ കൂടെ പോരുന്നുണ്ട്. പോയി ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അല്ല അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ചക്ക് പെണ്ണുങ്ങൾ പണം കഴിച്ച് കണ്ടില്ല. ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇടക്കിടക്ക് ഇങ്ങനെ കേക്കണതല്ലേ. എന്നാ ഇപ്രാവശ്യം നേരത്തേക്ക് ഇജാണ്ട് പോലെ അതൊരു പൂജയല്ലേ. അല്ല വിഭാസോ, നമ്മളെ വീട്ടാത്താന്റെ കുടിയത്തെ കല്യാണം എടുത്ത തുണി കുപ്പായി പോരാ. അവിടുത്തെ അണ്ണ മൊഞ്ചാണ്ടി അല്ല അന്റെ വാക്ക് തന്നോണ്ടാണ് ഇങ്ങനെ പറയണേ. നമുക്ക് വാക്ക് തന്നല്ലേ, എന്ത് നടത്തി തരാന്ന്, എന്ത് നടത്തി തരാനുള്ള കണ്ടീഷനിലാണ് നമ്മളെ തെറ്റിയത്. നമുക്ക് ഓർമ്മണ്ടത്. ആയിക്കോട്ടെ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഞമ്മക്ക് ഒന്നുമില്ലെങ്കിൽ ആണ്ട് പോയിട്ട് വാങ്ങാം. അല്ലാതെ നമ്മളെ ഗോപാലിനോട് ഇങ്ങോട്ട് വരാൻ പറയാ. എന്നാ ഗോപാലിന്റെ എത്തുന്ന വാങ്ങാം. അതാവുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാമല്ലോ. അത് തന്നെയല്ല എന്നോട് നമ്മള് പറഞ്ഞത്. അല്ല എന്താ പുതിയണ്ണും പുതിയാപ്പിള്ള ഒരു വട്ടമേശ? എന്തോ ഒരു സംഗതി ഉണ്ടല്ലോ അതില്. ഈ സംഗതിയൊക്കെ അടക്കണ ആളാ? അത് ശരി, എപ്പോഴും ഇങ്ങനെ വരും. അല്ല നിങ്ങൾ കാര്യം പറയുന്നേ. അതില്ല സീതാപ്പിളെ, നിങ്ങളായതുകൊണ്ട് നമ്മള് പറയാണ്. എല്ലാ കൊല്ലം കൊണ്ടോട്ടി നേർച്ചക്ക് നമ്മൾ ഒറ്റക്കാണ് പോവാൻ. ഈ കൊല്ലത്ത് നെണ്ടിനൊച്ചിപ്പോൾക്കും പോയിരുന്നേന്ന്. അത് ഏതായാലും നന്നായിന്റെ വീരാനെ ഓക്കും ഉണ്ടാവില്ല. കൊണ്ടോട്ടാർത്തേക്ക് പോകാനുള്ള പൂതി ഇതാണ് നടത്തി കൊടുത്താളാന്ന്. ഇത് പണ്ട് ഓക്ക് ഒരു മാസ്ക് കൊടുത്തില്ല, എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. പണ്ട് ഓളെ മൊഞ്ചിങ്ങനെ കണ്ടിട്ട് നമ്മൾ അറിയാതെ കൊടുത്ത വാക്ക് ഇപ്പൊ എന്ത് പറഞ്ഞാലും ഓളെ നമ്മൾ കയറി പിടിക്കല്ലേ. ആണുങ്ങളായ വാക്ക് വരുന്ന 200 രൂപ ആ നിങ്ങളെ ഈ പരിപാടി കണ്ടുകൊണ്ടാലേ നമ്മളെ പരിപാടിയൊക്കെ നടക്കലും അങ്ങനത്തെ ഒരു ദിവസം നമ്മളതാണ് പോകും. നിങ്ങളെ നാർച്ചക്ക് പോലോ അതും ഉണ്ടാവില്ല. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് പോട്ടെ. പിന്നെ നിങ്ങൾ പോകുമ്പോഴേ നമ്മളാ ഗോപാലിനോട് ഇങ്ങോട്ട് വരാൻ പറയും. ഇത് നമ്മള് തുണിക്കച്ചവടക്കാരൻ ഗോപാലനോ? അതന്നെ. എത്തിയപ്പോ ഏതു അതാ ഓൾക്ക് നമ്മള് വാക്ക് കൊടുത്തില്ലേ, കൊണ്ടോട്ടി പോയതെങ്കിൽ പുതിയ തുണി കുപ്പായം കാണാനോട്ട്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടല്ലേ. ഏത്? അത് തന്നെ. അതൊക്കെ ഞാനേ വളാഞ്ചേരിക്ക് പോവായിരുന്നു. അപ്പോൾ നമ്മൾ അസീസാപ്പിള പറഞ്ഞത് നിങ്ങൾ വിളിക്കണ്ട് എന്ന്. നിങ്ങൾ വിളിച്ചാ പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്റെ കസ്റ്റമർ അല്ലേ? ഇതാ ഇത് ഇട്ടോളി. ഞാൻ നിങ്ങൾക്ക് വേണ്ടേ? എന്താ വിശേഷം കേട്ടെ? അങ്ങനെ വെച്ചേ. ഇന്റെ അടുത്തുണ്ടാവുമ്പോ നല്ല തുണി കിട്ടും,
ഇതെടുത്തോണ്ട് പോയിക്കോളി. നിങ്ങള് ഹുസ്നുൽ ജമാൽ വന്ന് നാട്ടുകാരങ്ങ് പറയും. അല്ല ബാബാല അന്റെ ഈ തുണി കൊണ്ട് ഉണ്ടാക്കണല്ലേ, അല്ലാതെ സ്വർണം കൊണ്ട് ഉണ്ടാക്കണമെന്നല്ലല്ലോ എന്റെ. നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അല്ലേ ഈ കാലത്ത് സ്വർണം കൊണ്ട് തുണി ഉണ്ടാക്കുവോ? ഇതെടുത്തോണ്ട് നിങ്ങളാണ്ട് പോയാല് ബദർ മുനീർ വന്ന മാതിരി ഒന്ന് നിൽക്കും. അല്ല ബീരാക്ക, നിങ്ങളെ ഞാനൊരു ഹുസ്നുൽ ജമാലാക്കട്ടെ. ഈ ഒരു ജമാലും ഒരു കാതർ വെക്കണ്ട. എനിക്ക് വേണ്ട ഉണ്ടാക്കാൻ കൂട്ടി വിട്. അല്ല ആയില്ല ചെല്ലി വേഗം പോയി മാറ്റിട്ട് പോവാളല്ല ചെല്ലി. തട്ടാമ്പറ്റിനെ പറ്റാ തോളാണ് കൊണ്ടോട്ടിയാർക്ക് കയറ് എന്റെ പഠിച്ചാണെങ്കിൽ കാത്തോളി. അല്ല അന്റെ കോച്ചിക്ക് എന്താ ഒരു കുഴപ്പം? എന്റെ വിഭാഗത്തും ഒക്കെ നമ്മൾ അവിടുന്ന് മേടിച്ചെന്നാ പോരെ? എടി പിന്നെ നമുക്ക് എന്തായാലും മേടിക്കടി, അല്ലെങ്കിൽ വേണ്ട. അന്നെ നമ്മളിങ്ങനെ സ്വർണം കൊണ്ട് ഇങ്ങനെ മൂടിക്കൊരു ദിവസം ഹുസ്നുൽ ജമാൽ ആക്കും ചെയ്യും. ഇത് കേട്ടിട്ടില്ലേ നമ്മളാ വൈദ്യരെ പാട്ട്? ഹുസ്നുൽ ജമാൽ പൂവിന്റെ അസവണിയും ഇസ പറയാൻ അവളുടെ കിസ പറയും ഹുസ്നുൽ ജമാൽ. മുണ്ടാതിരുന്നു എന്റെ കിണറും വെള്ളമായിട്ട് നിശ്ചയിച്ച് ഇവിടെ പണ്ടിട്ടുണ്ടായി. അല്ല നിങ്ങളെന്താ നായോട്ട കാലന്മാര് എന്താ പ്രശ്നം പറയണ്ട വീരാനെ? നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ല. അല്ല നിങ്ങൾ പറ, എന്തിനല്ല ഒരു പരിഹാരം? എന്റെ വീരാൻ അസീസാത്തെ ഇവർക്ക് പയൊക്കെ വേണമെന്ന് അധികം നിങ്ങള് എന്റെ വീരാനെ അതിനിപ്പോ 10,000 ഞാൻ നടത്തി കൊടുത്താലാണ്. ഞാനാണ് പോകുമ്പോഴേ നമ്മളാ വളക്കച്ചവടക്കാർ കാതറില്ലേ ഞാൻ പറയാം. അത് നമുക്ക് നോക്കിയെടുക്കാലോ. ആയിക്കോട്ടെ. ഏത് അതന്നെ പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ? ഇപ്പൊ നമുക്ക് ഇഷ്ടം വിഭത്തോ ചെല്ലി ഞാൻ ചെല്ലി. എന്താ വിശേഷം? നമ്മൾ ഇക്കൊല്ലത്തെ കൊണ്ടാട്ടിനേഴ്സിന് പോകുന്നുണ്ട്. ഇതൊരു ബാൻഡ് എന്താ ചാണ്ട് എടുത്തോളി. അല്ല വീരാൻക, നിങ്ങൾ അറിഞ്ഞിക്കടാ കൊല്ലത്തെ തട്ടാപ്പെട്ടിന്റെ കൂടെ 10-15 കുതിര വണ്ടി ഉണ്ടെന്നല്ലേ? ആ നിങ്ങൾ പോണില്ലേ? പോണുണ്ടോന്ന് ഇപ്പൊ അത് ഇവനെ കൂടി കൂട്ടിട്ടല്ല പോണേ. ഡേ അതെന്നെ എടുത്തോ, അത് നല്ലതാ, പുതിയ മോഡലാ. നമുക്ക് ചെറിയ മതി. വേഗം പോയി മാറ്റിട്ട് വായോ. വേഗം മാറ്റിട്ട് പോയാ 5:30 ബസ് പോയാല് പിന്നെ നാളെ രാവിലെ വണ്ടി ഉള്ളൂ. വേണ്ടത് അല്ലടി വിമാനത്തില് താമ്പത്തി പോവല്ലേ റബ്ബേ.
ഈ ഭാഗത്തേക്ക് പറയും നമുക്ക് എന്ത് മണ്ടില പണി ഇജ്ജ് പറഞ്ഞ മാതിരി പോവാ. ഉറപ്പാ? ഉറപ്പാണ്. നമുക്ക് കുതിര വണ്ടിയിൽ പോയാ മതി. എന്ത് വണ്ടിയില്? കുതിര വണ്ടിയില്. ഇന്റെ ദീപാത്തോ ഈ നേരത്തെ നമ്മൾ എവിടെ പോയിട്ടാണ് ഈ കുതിര വണ്ടി ഉണ്ടാക്കുക? അന്ന വേണം നമ്മള് വിമാനത്തിൽ കൊണ്ടേക്കണം. എന്നാൽ ഇന്നേരത്തേക്ക് കുതിര വണ്ടിക്ക് വാശി പിടിക്കല്ലേ? കുതിര വണ്ടി ഇല്ലാതെ നമ്മളെ നേരത്തേക്ക് പോരൂല. അല്ല നിങ്ങൾ നോരത്തിന് പോയിട്ടില്ലേ? ഇല്ല, ഞങ്ങോട്ട് പോയിട്ടുണ്ട് വന്നാണ്. അല്ല ധീരാജ് പ്രശ്നം എന്താ വെച്ചാ പറയുന്നത് നമുക്ക് പരിഹാരം ഉണ്ടാക്കിക്കൂടെ? എന്റെ അസീസാപ്പിളെ ഇവള് എല്ലാം കൊണ്ടാന്നൊക്കെ പറഞ്ഞ് ഇനിയിപ്പോൾ ഇതും കൂടി വേണാലോ. എന്തേ കുതിര വണ്ടി എവിടുന്നാ ഒരു കുതിര വണ്ടി കിട്ടുക? കുതിര വണ്ടിയോ? ആ കുതിര വണ്ടിയാണ് ഇപ്പൊ നമ്മള് പൊള്ളാച്ചി പോകേണ്ടി വരില്ല ഇപ്പൊ കുതിര വണ്ടിക്ക്. ഞങ്ങൾക്ക് വേണമെങ്കിൽ നമ്മള് ആചാര വണ്ടിയിലാണ് പോയാലോ? അതിന് നമുക്ക് കുറച്ച് പൈസ പൊടിയുന്നു. പൈസ ഒന്നും ഒരു പ്രശ്നമില്ല, പക്ഷെ സംഗതി നടക്കണം. നാ ബീവാത്തോ ഇത് ഇവിടെ ഒരുങ്ങി നിന്നോ. ആർക്കും വേണ്ടിയിട്ട് നമ്മള് ഇപ്പൊ ഒരു കുതിര വണ്ടി ഉണ്ടാക്കാം. ഏത്? അതന്നെ നീ പറ്റുമോ? ശരി, വേഗം പോയി വൈകിട്ട് വായോ. ഇന്റെ റബ്ബേ സാത്താൻ പറ്റി. നീമത്തോ ഒന്ന് ഇവിടെ വന്ന് നോക്കടി, എന്താ ഈ വന്നിക്കണെന്ന്. വേണ്ടാ നിങ്ങള് ബേജാറാവില്ലേ? നമ്മള് ഒറ്റയ്ക്കല്ലേ പോണത്? പിന്നെ നിന്റെ ബാപ്പിയും ഓ. ഇമ്മയും ആ വെല്ലിമ്മയും ആ കുട്ടികളും ആ താത്തി എല്ലാരും കൂടി പോവാ. അതല്ല എന്റെ ഒരു രസം. അനക്കാന്റെ ഉമ്മാനും കൂടി വിളിച്ചുടാനില്ലടി. ഞാൻ വിളിച്ചതാ, ഇമ്മ വരില്ലാന്ന് പറഞ്ഞു. തന്നെ ഭയങ്കര മോശമായി പോയി, ഭയങ്കര മോശമായി. എന്നാലേ എല്ലാരും വിളിച്ചൂടി. അന്റെ കുഞ്ഞാത്തുവിനി കുഞ്ഞിരി വിളിച്ചൂടി, കേച്ചിക്കൂടി. അന്റെ നാട്ട് നിറയട്ടെ. ആരും വരില്ലേ? കുതിര വണ്ടിയാണ്, അല്ലാതെ വലിയ വിമാന തീവണ്ടി ഒന്നും അല്ല. ഒന്നാകാണ്ട് പൊളിഞ്ഞാണ്ട് ചാടും. തോന്നലടി ഓടിഞ്ഞിക്കണ്. ആരൊക്കെ 10 രൂപ എന്തെല്ലാം വായിരുന്ന്. ഉമ്മ വാപ്പ വെല്ലിപ്പ വെല്ലിമ്മ എന്താണ് ഈ കൊല്ലത്തെ കൊണ്ടുവന്നിരുന്നാണ്ട് പോയി കിട്ടി. നീ നമുക്ക് അടുത്ത പ്രാവശ്യം പോകട്ടെ. എന്റെ പറഞ്ഞ നമുക്ക് തട്ടാൻ പറ്റി പോയിട്ടുണ്ടോ? അല്ലടി തട്ടാൻ വേണ്ടി പറഞ്ഞ കാത്താണല്ലോ. പിന്നെ അല്ല നമുക്ക് ആസ്പത്രി കണ്ട് പോയാലോ? അങ്ങോട്ട് പോയല്ലേ? വേണ്ട, മരിച്ചവനും വേണ്ടിയില്ല. നമുക്ക് കൊണ്ടോട്ടിനൊറ്റക്ക് പോയില്ല വേണം. തന്നെ എന്നാ കുഞ്ഞാത്തൂനി വലിയ മക്കളെ എല്ലാവരും വിളിച്ചൂട് വിളിച്ചൂട്. വേണ്ട, നമുക്ക് ഒറ്റക്ക് പോകാം. എന്നാ ഇത് ആദ്യം പറയണ്ട എന്റെ ദീപാത്തുവോ. അനുരാഗവിലോചനായി അതിലേറെ